the difference between 1/4 of a number and 1/6 of the same number is 3, then find the number എന്നാണ് പറയുന്നത്. ഏതോ ഒരു നമ്പർ, നമുക്കറിയത്തില്ല ആ അൺനോൺ നമ്പർ, ഏതോ ഒരു നമ്പർ, ആ നമ്പറിന്റെ 1/4ഉം അതേ നമ്പറിന്റെ 1/6ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. 1/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 25% ആണ്. അപ്പൊ എങ്ങനെ പെട്ടെന്ന് എടുക്കാന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ 1/6 എന്ന് പറയുന്നത് എന്താണ്? 16.66% ആണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റിന്റെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ രണ്ട് പെർസെൻറ്റേജ് തമ്മിലുള്ള ആ നമ്പറിന്റെ ഈ രണ്ട് പെർസെൻറ്റേജ് തമ്മിലുള്ള വ്യത്യാസമാണ് 3. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പെർസെൻറ്റേജ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടുന്ന് 8.33% ആണ് ഈ രണ്ട് പെർസെൻറ്റേജും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ 8.33 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 1/12 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ 8.33%ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/12 ആണ്. അങ്ങനെയാണെങ്കിൽ 12 1 പറയുന്നതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ 3 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ പറയുന്ന 8.33% എന്ന് പറയുന്നതാണ് ആക്ച്വലി അവിടെ ക്വസ്റ്റ്യനിൽ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഡിഫറൻസ് ആയ 8.33 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന 3യുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. റിയൽ വാല്യൂല് 3ന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കറിയാം 8.33% എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 8.33/100 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? 1/12 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8.33 എന്ന് പറയുന്നതാണ് 1. അങ്ങനെയാണെങ്കിൽ ആ 100 എന്ന് പറയുന്നതാണ് 12. അപ്പൊ ആ 1 എന്ന് പറയുന്നതാണ് എന്തെന്ന് കൊടുത്തേക്കുന്നത്? നമുക്കിപ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് 3 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ 1 × 3 ആണ് 3. അങ്ങനെയാണെങ്കിൽ 12 × 3 എത്ര ആയിരിക്കും? 36 ആയിരിക്കും. ആൻസർ നമുക്കിവിടെ 1 എന്ന് പറയുന്നതാണ് 3. അങ്ങനെയാണെങ്കിൽ 12 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 × 3 ആണ് 3. 12 × 3 36 ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. നമ്മൾ സ്റ്റെപ്പ് എത്രത്തോളം കുറയ്ക്കുന്നോ നമ്മുടെ പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് ഒക്കെ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും പെട്ടെന്ന് ആൻസർ വരും. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആക്ച്വലി നോക്കി ആൻസർ പറയാൻ പറ്റും. പക്ഷെ കാണുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു 8.33% അറിയാത്തവർക്ക് അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കാൻ നേരത്തൊക്കെ നമ്മൾ കുറെ പെർസെൻറ്റേജും ഫ്രാക്ഷൻസ് പഠിക്കുമെങ്കിലും ചില ഇതേപോലത്തെ റയർ ഫ്രാക്ഷൻസ് നമ്മൾ നല്ലപോലെ നോക്കി നോക്കണം. ബിക്കോസ് വളരെ റയർ ആയിട്ട് ഇതേപോലെയൊക്കെ വരുന്ന വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ ആൻസർ ആയിട്ട് തന്നെ അപ്പിയർ ആവുന്നത്. അപ്പൊ ആ വാല്യൂ അറിയാവുന്ന ഒരാൾക്ക് അത് ഭയങ്കര എളുപ്പമായിരിക്കും. 8.33% എന്ന് പറഞ്ഞാൽ 1/12 എന്ന് അറിയാവുന്ന ഒരാൾക്ക് ആ 1 ആണ് 3 എന്ന് അറിയായിരിക്കും. അപ്പോൾ 1 × 3 3. അങ്ങനെയാണെങ്കിൽ 12 × 3 36 ആൻസർ എന്ന് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച്